അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മളിപ്പോൾ ഈ സ്നേഹമെന്ന് പറയുമ്പോൾ പലതുകൊണ്ട് നമുക്ക് സ്നേഹം ഉണ്ടാകാൻ പറ്റും അല്ലേ? ഇപ്പോൾ നമുക്ക് കുടുംബ ബന്ധമുണ്ട്. എൻ്റെ ഒരു കുടുംബക്കാരൻ എന്നുള്ളതൊരു സ്നേഹമല്ലേ? നമ്മുടെ ഒരു ആദർശപരമായ ബന്ധമുണ്ട്. നമ്മളെ പെട്ടൊരു പ്രവർത്തകനാണ്, നമ്മുടെ ഒരു സെക്രട്ടറി ആണെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബന്ധമുണ്ട്. അയൽപ്പക്കം കൊണ്ടുണ്ടാവുന്ന ഒരു ബന്ധമുണ്ട്. നമ്മുടെ സഹപ്രവർത്തകർ എന്നൊരു ബന്ധമുണ്ട്. ഇങ്ങനെ പല കൊണ്ടും നമുക്ക് സ്നേഹം ഉണ്ടാവാം. അപ്പോൾ നമുക്ക് സ്നേഹം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? അയാളുടെ വിഷമങ്ങൾ നമ്മൾ വിഷമിക്കും, അയാളുടെ സന്തോഷങ്ങൾ നമ്മൾ സന്തോഷിക്കും, അയാളുടെ വിഷമങ്ങൾ നമ്മളുമായിട്ട് അയാൾ പങ്കുവെക്കും. ഇതൊക്കെ ഉണ്ടാവും. എന്നാൽ ചില നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം സ്നേഹം കാണിക്കുന്ന ആളുകളുണ്ട്. ആ സ്നേഹം ആ നേട്ടത്തിൽ മാത്രം പരിമിതമാണ്. ഒരു ഉദാഹരണം, നമ്മുടെ ഒരാൾക്ക് കടം വേണം പൈസ. അപ്പോൾ അയാൾ കുറച്ച് ദിവസമായിട്ട് എന്ത് ചെയ്യും? നമ്മളുമായിട്ടൊക്കെ ഒരു നല്ല ബന്ധം പുലർത്തി നമ്മളെയൊക്കെ ഒന്ന് പുകഴ്ത്തി പ്രശംസിച്ചൊക്കെ കൂടെ നിന്ന് അവസാനം അയാൾ 1,00,000 രൂപ വേണമെന്ന്. അപ്പോൾ നമ്മളത് കൊടുക്കുകയാണെങ്കിൽ ആ സ്നേഹം അങ്ങനെ നിലനിൽക്കും. നമുക്കത് തരാൻ പറ്റില്ലെന്ന് പറഞ്ഞാലോ ആ സ്നേഹബന്ധം അപ്പോൾ അവസാനിക്കും. ഇനി നമ്മൾ കൊടുത്ത കടം നമ്മൾ തിരിച്ചു വയ്ക്കുകയാണെങ്കിലോ അയാൾ എല്ലാ ബന്ധവും വിച്ഛേദിച്ച് പോകും. ചില താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉണ്ടായിത്തീരുന്ന ഒരു ബന്ധം, ഇങ്ങനെയുള്ളൊരു ബന്ധം തന്നെയാണ് എന്ത് അറിയോ? ഈ അവിഹിത ബന്ധങ്ങൾ. അവിഹിത ബന്ധങ്ങൾ തീർത്തും എന്താണ്? ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളൊരു ബന്ധമാണ്. അപ്പോൾ ഈ ഡേറ്റിംഗ് ആപ്പുകൾ വഴി പല നിലക്കും കുട്ടികൾ എന്ത് ചെയ്യും? പരസ്പരമായിട്ടുള്ള ബന്ധം, അത് വിവാഹം കഴിഞ്ഞവർ വിവാഹം കഴിക്കാത്തവരൊക്കെ തമ്മിലുള്ള ബന്ധങ്ങളുണ്ടാവും. അവർ പോലും അറിയാതെ അവരുടെ ഉള്ളിലുള്ള ചില ആഗ്രഹങ്ങളും താല്പര്യങ്ങളുമാണ് ആ ബന്ധങ്ങളിലേക്ക് അവരെത്തുന്നത്. അപ്പോൾ ആ ബന്ധം കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുക? അത് വളരെ ആത്മാർത്ഥമായ നിഷ്കളങ്കമായ നമുക്ക് വേണ്ടി ജീവൻ കളയുന്ന ഒരു ബന്ധമാണെന്ന് നമുക്ക് തോന്നുക. പക്ഷേ അത് ഒരു ലക്ഷ്യത്തിലും ഒരു താല്പര്യത്തിലും മാത്രം നിക്ഷിപ്തമാണ്. അതുകൊണ്ടാണ് ഈ ബന്ധങ്ങൾ പരാജയപ്പെടുമെന്ന് കണ്ടാൽ പിന്നെ അവിടെ ഒരു മാനുഷികമായ ബന്ധം പോലും പിന്നെയല്ല. ഒരു മാനുഷികമായ ബന്ധം അത് നമ്മൾ പറഞ്ഞത് പിന്നെ ഒളിച്ചോടിപ്പോയ കാമുകി തിരിച്ചു പോകണമെന്ന് പറഞ്ഞപ്പോൾ ആ കാമുകിനെ വലിയ കല്ലെടുത്തിട്ട് കുത്തിച്ചതച്ച് കൊന്നു. അയാൾ ജീവിതത്തിൽ ഒരാൾ അങ്ങനെ കൊന്നിട്ടുണ്ടായിരിക്കില്ല. അതെന്തുകൊണ്ടാണ്? അയാൾ വിചാരിക്കുന്ന ഒരു താല്പര്യത്തിലാണ് അയാളെ സ്നേഹിച്ചത്. അത് നടക്കില്ലെന്ന് കണ്ടുകൊണ്ട് ആ സ്നേഹം എന്ത് ചെയ്തു? ഒരു വിരോധമായി, ശത്രുതയായി, ക്രൂരതയായി പരിണമിച്ചു. അപ്പോൾ വേറൊരു പെൺകുട്ടി അവൾ ജോലി ഉപേക്ഷിച്ച് മാതാപിതാക്കളെ ഉപേക്ഷിച്ചിട്ടാണ് കാമുകനെ തേടി കൊച്ചിയിൽ വന്നത്. അവളെ കൊള്ളയടിച്ച് അയാൾ തിരിച്ചു പറഞ്ഞയച്ചു. അത്രേ ഉള്ളൂ. അയാൾ കൊള്ളയടിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിക്കൊണ്ടല്ല. ഇങ്ങനെ പരിചയപ്പെട്ടു, അപ്പോൾ ഇഷ്ടം തോന്നി, വരുത്തി, അയാളെ കാര്യങ്ങൾ നിർവഹിച്ച് കഴിഞ്ഞപ്പോൾ അയാൾ എന്ത് ചെയ്തു? തിരിച്ചു. അപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്, ഒരാൾ നമ്മളിലേക്ക് വരുന്നത് അയാളുടെ എന്തെങ്കിലും ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള സ്നേഹമാണെങ്കിൽ ആ താല്പര്യങ്ങൾ അവസാനിക്കുമ്പോൾ ആ സ്നേഹം അവസാനിക്കും. അപ്പോൾ അത്തരം സ്നേഹങ്ങളെ നമ്മൾ എന്ത് ചെയ്യരുത്? ഒരു 100% വിശ്വസിച്ച് നമ്മൾ മുഖവിലൊക്കെ എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് അബദ്ധങ്ങളും അപകടങ്ങളും പറ്റും. ഇപ്പോൾ ഒരാളെ നമ്മളൊരു പാർട്ട്ണർ, നമ്മൾ കുറച്ച് പൈസ ഉണ്ട്, അപ്പോൾ അയാൾക്ക് ആ പൈസ പാർട്ട്ണർഷിപ്പ് നിലയ്ക്ക് നമ്മളെടുത്ത് നിന്ന് വാങ്ങണം. അപ്പോൾ അയാൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളായിട്ട് നല്ല ബന്ധം, നല്ല യോഗ്യം. ഇത് പലപ്പോഴും നമുക്ക് അനുഭവമുള്ള ഒരാളാണ്. ഒരു കക്ഷി എന്ത് ചെയ്തു വെച്ചാൽ ഒരു ഏകദേശം 2 വർഷത്തോളം വളരെ നല്ല ബന്ധം എന്ന് പറഞ്ഞാൽ അയാൾ വരും, വിസിറ്റ് ചെയ്യും, പല സമ്മാനങ്ങളും കൊണ്ടുവരും, പല നിലക്കുള്ള ബന്ധങ്ങളും വിളികളും സംസാരങ്ങളൊക്കെ. അപ്പോൾ വളരെ പള്ളിയിൽ കാണുന്നു, നിസ്കരിക്കുന്നു, ജമാഅത്തിൽ പങ്കെടുക്കുന്നു, എല്ലാ നല്ല കാര്യങ്ങളും അഭിപ്രായങ്ങളും വേണം. അപ്പം നമ്മളയാൾ വിശ്വസിക്കൂലേ? അങ്ങനെ അയാൾ എന്ത് ചെയ്തു? ഒരു സുപ്രഭാതത്തിൽ അയാൾ കുടുങ്ങി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? കുറച്ച് പണം കൊടുക്കണം. ആ പണം നമ്മൾ അയാൾക്ക് എന്ത് ചെയ്തു വെച്ചാൽ ആദ്യം ഒരു പരീക്ഷ നിലയ്ക്ക് ചെറിയ സംഖ്യ കൊടുത്തു. അത് അയാൾ വളരെ കറക്റ്റ് തിരിച്ചു തന്നു. പിന്നെ അയാൾ അതും കൂടെ ഉൾക്കൊള്ളുന്ന വലിയൊരു സംഖ്യ ചോദിച്ചു. അപ്പോൾ അത് അയാൾക്ക് നമ്മൾ സംഘടിപ്പിച്ച് കൊടുത്തു. പക്ഷേ അയാൾ പോയി. പിന്നെ അയാളുടെ ഒരു അഡ്രസ്സ് ഇന്നേ വരെ കിട്ടിയിട്ടില്ല. അതെന്തുകൊണ്ടാണ്? അത് അയാൾ ആ വന്ന സ്നേഹ അഭിനയങ്ങളായിരുന്നു. പക്ഷെ ആ സ്നേഹത്തെ നമ്മൾ നിഷ്കളങ്കമായി കണ്ടു, ആത്മാർത്ഥമായി കണ്ടു, വിശ്വസ്തമായി കണ്ടു. അപ്പോൾ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള സ്നേഹങ്ങളെ നമ്മളെപ്പോഴും പരിപൂർണമായും വിശ്വസിച്ച് പോയാൽ അയാൾക്ക് നമ്മളെ ചതിക്കാൻ അവസരം കിട്ടും. പക്ഷെ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ, ആദർശ ബന്ധങ്ങൾ, ദീനീ ബന്ധങ്ങൾ, ഇതൊക്കെ നമുക്ക് പരിപൂർണമായി വിശ്വസിക്കാം. അപ്പോൾ ബന്ധങ്ങളെ തിരിച്ചറിയാനും വിവേകപൂർവ്വം പ്രവർത്തിക്കാനും നമുക്ക് സാധിച്ചില്ലെങ്കിൽ
നമ്മൾ വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അള്ളാഹു സഹായിക്കട്ടെ.